നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു, ഗർഭിണിയാക്കുന്നു, ഒടുക്കം ഗുളിക കൊടുക്കുന്നു, അശാസ്ത്രീയമായി ആ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു. 2 മാസത്തോളം ആ ഭ്രൂണം വയറ്റിൽ കിടക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു പീഡനത്തിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങ് ഉത്തരേന്ത്യയിലൊന്നും സംഭവിച്ചതല്ല, ഇങ്ങ് കേരളത്തിലാണ് കായംകുളത്ത് നടന്ന ഒരു ക്രൂര പീഡനത്തിന്റെയും ഗർഭം അലസിപ്പിക്കലിന്റെയും വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മൂക്കത്ത് വിരൽ വെക്കുകയാണ് മലയാളികൾ. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം തെറ്റിദ്ധരിപ്പിച്ച് നിയമവിരുദ്ധമായി ഗർഭഛിദ്രം നടത്തിയ കേസിൽ 3 പ്രതികൾ റിമാൻഡിലായിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത കാലം മുതൽ തന്നെ പീഡിപ്പിക്കപ്പെടുകയും ഒടുവിൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തുകയും ചെയ്തു. പെൺകുട്ടി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പെൺകുട്ടിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ 1-ാം പ്രതിയായ അഭിജിത്ത് 21 വയസ്സുകാരനാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു. 2 വർഷത്തോളം നീണ്ട ഈ ക്രൂരതയ്ക്കൊടുവിൽ 18-ാം വയസ്സിൽ പെൺകുട്ടി ഗർഭിണിയാകുന്നു. പിന്നെ ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. മെഡിക്കൽ സ്റ്റോർ കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയും വഞ്ചനയുമാണ് ഇതിൽ നടന്നിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറുകാരനെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് തൂക്കിയെടുത്തിരിക്കുകയാണ്. ഗർഭിണിയായ വിവരം അറിഞ്ഞതോടെ ഗർഭം അലസിപ്പിക്കാൻ പ്രതികൾ ആസൂത്രിതമായ നീക്കം നടത്തി. കായംകുളം പ്രതാങ്കമൂട് ജംഗ്ഷനിലെ നാസ് മെഡിക്കൽ സ്റ്റോർ ഉടമ അനസാണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത്. ഇയാൾക്ക് 45 വയസ്സുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നല്ലതാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പെൺകുട്ടിക്ക് അബോർഷൻ ഗുളികകൾ നൽകിയത്. പ്രതിയായ അഭിജിത്തിന്റെ ബന്ധു കൂടിയായ അജിത്ത് മരുന്നെത്തിച്ച് നൽകുന്നതിനും ഗൂഢാലോചനയിൽ പങ്കാളിയായി. 2026 ഫെബ്രുവരി 26-നാണ് 1ഉം 2ഉം 3ഉം പ്രതികൾ ചേർന്ന് ആരോഗ്യത്തിനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ഗുളികകൾ പെൺകുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചത്. കുട്ടിയുടെ വയറ് കുറയ്ക്കാനുള്ള മരുന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിജീവിതയുടെ അനുവാദമില്ലാതെ നിയമവിരുദ്ധമായാണ് ഗർഭം അലസിപ്പിച്ചത്. 2 മാസത്തോളം ഈ പെൺകുട്ടി അനുഭവിച്ചത് കടുത്ത മാനസിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമായിരുന്നു. മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ഗർഭം അലസിയെങ്കിലും പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി. കഴിഞ്ഞ 2 മാസമായി നിർത്താതെ ഉണ്ടായ രക്തസ്രാവം പെൺകുട്ടിയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കി. കായംകുളം സർക്കാർ ആശുപത്രിയിലെ ഗൈനോക്കോളജി വിഭാഗത്തിൽ നടത്തിയ പരിശോധനയിൽ അബോർഷൻ പൂർണ്ണമായില്ലെന്നും ഭ്രൂണത്തിന്റെ അവശിഷ്ടങ്ങൾ വയറ്റിനുള്ളിൽ തന്നെ ഉണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു. പിന്നാലെയാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നത്. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അഭിജിത്തിനെ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്തു. അനസ്, അജിത്ത് എന്നിവരെ നിയമവിരുദ്ധമായി ഭ്രൂണഹത്യ നടത്തിയതിനും വഞ്ചനയ്ക്കും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി റിമാൻഡ് ചെയ്തു. പെൺകുട്ടി കായംകുളം കോടതിയിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. ആരോഗ്യനില വഷളായ പെൺകുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കും വിദഗ്ധ ചികിത്സയ്ക്കുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ നിയമലംഘനങ്ങളെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു മെഡിക്കൽ സ്റ്റോർ, ആ മെഡിക്കൽ സ്റ്റോർ നടത്തിപ്പുകാരൻ്റെ ഒരു ക്രിമിനൽ ബുദ്ധിയാണ്. ഒന്ന് ഓർത്തു നോക്കണം. എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ, എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ കൊടുക്കരുത് എന്നുള്ളത് കർശന നിർദ്ദേശമാണ്. അത്രയും കർശന നിർദ്ദേശം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ, അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക്, ഗർഭിണിയായത് 18 വയസ്സിലാണെന്ന് പറയുന്നു, പീഡനം തുടങ്ങിയതാണ് 16 വയസ്സിൽ. അപ്പോൾ ആ പെൺകുട്ടിക്ക് 18 വയസ്സെന്ന് പറയുമ്പോഴും പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ. ഇങ്ങനെ ഗുളിക കൊടുക്കുന്നത്, അതും ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയുടെ അനുവാദം പോലും ഇല്ലാതെ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഭ്രൂണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വയറിനുള്ളിൽ 2 മാസത്തോളം ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. ഈ ഭ്രൂണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതിനുള്ളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അതിൽ കിടന്ന് അഴുകുകയും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇത്രത്തോളം വലിയ ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ആ പെൺകുട്ടിയെ ഈ 3 ക്രിമിനലുകൾ കൊണ്ടുപോയി അതിനെ എത്തിച്ചു.
ഈ രക്തസ്രാവം നിൽക്കാതെ വന്നതോടുകൂടിയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ പോലും അത് ആശുപത്രിയിൽ പോകാൻ മടിച്ചിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പെൺകുട്ടിയുണ്ട്. ഭേദപ്പെട്ടു വരുന്നു എന്നാണ് വിവരങ്ങൾ. 2 മാസത്തോളം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക. അതിനെ കൊലപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലൂടെ കൊണ്ടുപോകുകയായിരുന്നു എന്ന് വേണം വ്യക്തമാകുന്നത്. പ്രണയം നടിച്ച് ആ പെൺകുട്ടിയെ വശത്താക്കിയതായിരിക്കാം. 16 വയസ്സ് മുതൽ പീഡനം നേരിടുന്നു എന്ന് പറയുമ്പോൾ 18 വയസ്സിലാണ് ഗർഭിണിയായതെന്നും പറയുന്നു. അതിൻ്റെ കൂടുതൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടിയെയും കുടുംബത്തെയും കൂടിയാണ് ഈ ക്രിമിനലുകൾ തള്ളിയിട്ടിരിക്കുന്നത്. ചുറ്റും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല. മാതാപിതാക്കൾക്ക് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ്. കണ്ണ് തെറ്റിയാൽ ഇതുപോലത്തെ കഴുകന്മാർ കൊത്തിപ്പറക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. മുൻപൊക്കെ നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് അവിടെയാണെന്ന് പറയുമായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പെൺകുട്ടികൾക്ക് സുരക്ഷയുള്ളത്? പുറത്തിറങ്ങണമെന്നല്ല, വീടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് പെൺകുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് ഇതിനേക്കാൾ വലിയൊരു ക്രൂര പീഡനത്തിൻ്റെ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ഈ അടുത്ത് സംഭവിച്ചത് തന്നെയാണ്. അത് പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കാമുകൻ പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം എത്ര പേർക്കാണ് ആ പെൺകുട്ടിയെ കാഴ്ചവെച്ചത്? അതായത് പീഡിപ്പിക്കുന്നതിൻ്റെ ആ പെൺകുട്ടിയുമായിട്ടുണ്ടായിരുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയും ആ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും അത് വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് പലരെയും കാണിച്ചു കൊടുക്കുകയും ഇതെല്ലാം ഇൻ്റർനെറ്റിൽ വൈറലാക്കുമെന്ന് ഭയപ്പെടുത്തി ആ പെൺകുട്ടിയെ പലർക്കും കൊണ്ട് കാഴ്ചവെച്ചു. ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 10-65 പേരോളമാണ് ഇങ്ങനെ ഉപയോഗിച്ചത്. ആ പത്തനംതിട്ട ടൗണിൽ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ ആ പെൺകുട്ടിയെ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓട്ടോ ഡ്രൈവർമാർ, ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ, പ്രായപൂർത്തിയാകാത്ത മറ്റ് ആൺകുട്ടികളൊക്കെ ആ പെൺകുട്ടിയെ ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വിവരം. ആ കുട്ടി മനോനില തകർന്ന് ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഭയം കൊണ്ട് ആരോടും ഒന്നും പറയാതെ ഒടുക്കം നിൽക്കക്കള്ളിയില്ലാതെ, അതായത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി പലതും വിളിച്ചു പറഞ്ഞത്. പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് അതിൽ നിന്ന് ആരൊക്കെയാണ് അത്തരത്തിൽ ഉപദ്രവിച്ചത് എന്നുള്ളത് കണ്ടെത്തിയത്. 10-65 പേരോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു പെൺകുട്ടിയോടാണ് ഇത്രത്തോളം പേരുടെ ക്രൂരത. ഈ 10-65 പേർ എന്ന് പറഞ്ഞതിൽ അതിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ളവർ വരെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ കടിച്ചു കീറുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആ കുട്ടി ഇപ്പോൾ ഒരു ഹോമിലാണ്. അത് മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് ആ കുട്ടിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തമായി ആ കുട്ടി തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. ജനിച്ചു വീഴുന്ന കുട്ടികളെ പോലും ലൈംഗികതയോടെ കാണുന്നു. ചെറിയ കുട്ടികളിലൊക്കെ എന്ത് ലൈംഗികത തോന്നാനാണ്? മനുഷ്യർ, മൃഗങ്ങൾ ഇതിലും ഭേദമാണെന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ വിഷയം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെ തൂക്കി അകത്തിടണം. സാധാരണ പീഡകന്മാർക്കൊക്കെ ഇപ്പോൾ രക്ഷപ്പെടുന്ന കാലമാണല്ലോ. അവരെ സംരക്ഷിക്കാനും അവരെ രക്ഷിക്കാനും കുറേ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ടല്ലോ. പുരുഷ കമ്മീഷന്റെ കാര്യം കൂടിയാണ് പറഞ്ഞു വരുന്നത്. പുരുഷന്മാർ ഇവിടെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. അവർക്ക് നേരെ ഒരുപാട് കള്ളക്കേസുകൾ വരുന്നുമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ചിലരെ ഉണ്ടല്ലോ, ചില ഞരമ്പ് രോഗികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് ഇവിടെ കുറച്ചധികം പുരുഷ സംഘങ്ങൾ മാറിയിരിക്കുകയാണ്. പാൻറ്റിൻ്റെ സിബൂരി കാണിക്കുന്ന സവാദിനെയൊക്കെ മാലയിട്ട് സ്വീകരിക്കുന്ന കേരളമായി ഇവിടെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവന്മാരെയും ഒക്കെ സംരക്ഷിക്കാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാകും. എന്തായാലും ആ പെൺകുട്ടി കടുത്ത മാനസിക ശാരീരിക പ്രതിസന്ധികൾ നേരിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് തിരികെ ജീവിതത്തിലേക്ക് വരട്ടെ. എന്നാൽ ഈ കേസും കോടതിയും ഒക്കെയായി ആ കുട്ടിയുടെ മാനസിക നില വീണ്ടും തകരുമോ എന്നുള്ള ഒരു ഭയവും നമുക്കുണ്ട്. കാരണം അത്രത്തോളം വലിയ പീഡനങ്ങൾ ഇനിയും അത് നേരിടേണ്ടി വരുമല്ലോ ഈ സമൂഹത്തിൽ നിന്ന്. ചേർത്ത് പിടിക്കുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ആ കുഞ്ഞിന് നേരെ നടന്ന ക്രൂരതയ്ക്ക് അതിൽ ഉൾപ്പെട്ട എല്ലാവരെയും തൂക്കി അകത്തിടുക തന്നെ ചെയ്യണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.